I now invite Sri M. Liju, Minister Designate, to take the oath of office and oath of secrecy. യെസ്, ഇതാ മറ്റൊരു പൊതുമുഖം കൂടി എം ലിജു മന്ത്രിസഭയിലേക്ക് ഭാഗമാവുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബിന്ദു കൃഷ്ണയുടേതിന് സമാനമാകുന്ന സാഹചര്യം തന്നെയായിരുന്നു എം ലിജുവിൻ്റേതും. തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഇത്തവണ ഹരിപ്പാട് നിന്ന് നിലവിലെ MLA പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലിജു വിജയിച്ച് കയറിയത്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എം ലിജു. ഞാൻ എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ എം ലിജു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. കായംകുളത്ത് നിന്ന് യു പ്രതിഭയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്ന ഇതാ മറ്റൊരു ദൃശ്യം. നമുക്ക് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും സൗഹൃദം പുലർത്തുന്ന ഒരു പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണ് നേരത്തെ കണ്ടത്. ആ കുട്ടി ആര് എന്നതിൽ വ്യക്തതയില്ല. ലിജു ഇതാ കായംകുളത്ത് നിന്ന് പ്രതിഭയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭയുടെ ഭാഗമാകുമ്പോൾ 2016 അടക്കം 2011 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എം ലിജു ആദ്യമായി പോരാട്ടത്തിനിറങ്ങിയത്. 2014 2021 ഒക്കെ മത്സരിച്ചുവെങ്കിലും പരാജയമായിരുന്നു. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു. ടാലന്റ് ഹണ്ടിലൂടെ 2009 യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക്, സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ആളായിരുന്നു ലിജു. അന്നത് ഏറെ വിവാദമാവുകയും ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ലിജുവിന് ആ പദവി ഒഴിയേണ്ടതായി വരികയും ചെയ്തിരുന്നു. കോൺഗ്രസിനുള്ളിലെ സാധാരണക്കാരുടെ മുഖം എന്നതാണ് പൊതുവെ പ്രവർത്തകരും അനുഭാവികളും അനുയായികളുമെല്ലാം ലിജുവിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ലിജു ഇത്തവണ ഇതാ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റെടുത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.